റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പേരിൽ തട്ടിപ്പെന്ന റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നത് നമ്മൾ കുറച്ചു മുൻപ് കൂടി പറഞ്ഞതേയുള്ളൂ. ഇപ്പോൾ മലപ്പുറം ജില്ലാ കളക്ടർ ഇടപെട്ടിരിക്കുന്നു. പദ്ധതികളുടെ പേരിൽ സ്വകാര്യ വ്യക്തികളും സംഘടനകളും അപേക്ഷ സ്വീകരിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് കളക്ടർ. സർക്കാർ ക്ഷേമ പദ്ധതികൾക്ക് അപേക്ഷ സ്വീകരിക്കാൻ സ്വകാര്യ വ്യക്തികളെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കളക്ടർ പറയുന്നു. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടാത്തത് എന്തെന്ന ചോദ്യം നമ്മൾ ഉയർത്തി. ഏകദേശം ഒരു അരമണിക്കൂറിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഇടപെടൽ വരികയാണ്. നടപടിയുണ്ടാകുമോ? അതാണ് അറിയേണ്ടത്. അത്തരത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. ആ നടപടിയെ പൊതുയിടങ്ങളിൽ ഇല്ലെങ്കിൽ ഈ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് ഉണ്ടാകുമോ എന്നുള്ളത് വരും ദിവസങ്ങൾ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ഇപ്പോൾ ജില്ലാ കളക്ടർ ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികൾക്കായി അതിൻ്റെ അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്യുന്നതിന് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളെയോ സംഘടനയോ ഒന്നും തന്നെ ഏൽപ്പിച്ചിട്ടില്ല. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ക്ഷേമ പദ്ധതികളുടെ പേരിൽ ഗുണഭോക്താക്കളിൽ നിന്ന് സ്വകാര്യ വ്യക്തികളും സംഘടനകളും അപേക്ഷ സ്വീകരിക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. ഇത്തരം പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മലപ്പുറം ജില്ലാ കളക്ടർ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു. മലപ്പുറം ജില്ലയിലുടനീളം വഴിക്കടവ്, അതുപോലെ തന്നെ എടവണ്ണ, മൂത്തേടം, കോടൂര് ഉൾപ്പെടെ തിരൂരങ്ങാട് ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലടക്കം വിവിധയിടങ്ങളിൽ വ്യാപകമായി ഈ ഫോമുകൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അടക്കം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇത് വ്യാപകമായി വിതരണം ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ പുറത്തിറക്കിയ അപേക്ഷാ ഫോമുമല്ല, അത് വ്യാജമായി അപേക്ഷാ ഫോം തയ്യാറാക്കി വോട്ടർമാരെ കബളിപ്പിക്കുന്ന രീതിയിൽ തന്നെ മന്ത്രി MP രാജേഷിന്റെ ഓഫീസിൽ നിന്ന് തന്നെ അറിയിച്ചത് ഈ പദ്ധതി നടപ്പാകും, പക്ഷേ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഫോമും ഇതുവരെ ഇറക്കിയിട്ടില്ല എന്നാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമേ അതെന്തായാലും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അഡ്വാൻസായി ഈ ഫോം എവിടെ നിന്ന് കിട്ടി? അത് ഒറിജിനൽ ഫോമിന്റെ അതേ രൂപത്തിലുള്ള ഉള്ളടക്കമാണോ അതിലുള്ളത്? ആ കാര്യങ്ങളിലും ഒരു പരിശോധന വേണ്ടേ? എവിടെ നിന്നെങ്കിലും ഒരു ഫോർമാറ്റ് വേണമെങ്കിലോ ആ ഫോർമാറ്റ് കിട്ടിയത് പാർട്ടിയിൽ നിന്നാണോ അതോ സർക്കാരിന്റെ തലത്തിലുള്ള സഹായമുണ്ടോ? അതും അറിയേണ്ടേ അഷ്കർ? തീർച്ചയായും. കാരണം സർക്കാരിൻ്റെ സർക്കുലർ അടക്കം സർക്കാർ നൽകുന്ന ഫോമുകളുടെ തന്നെ മാതൃകയിൽ സത്യവാങ്മൂലവും ഓഫീസ് ആവശ്യത്തിന് സമർപ്പിക്കേണ്ട രേഖകളുടെ വിശദാംശങ്ങളും അടക്കം സർക്കാർ പുറത്തിറക്കിയ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫോം തയ്യാറാക്കിയിരിക്കുന്നത്. സർക്കാർ ഓൺലൈനായി സ്വീകരിക്കാൻ തീരുമാനിച്ച ഫോമാണ് ഇല്ലെങ്കിൽ അപേക്ഷയാണ് ഇത്തരത്തിൽ വ്യാജമായി തന്നെ ഒരു ഫോം മാതൃകയിൽ രൂപകൽപ്പന ചെയ്തുകൊണ്ട് വോട്ടർമാർക്ക് വിതരണം ചെയ്ത് നിങ്ങൾ ഇത് പൂരിപ്പിച്ച് നൽകിയാൽ നിങ്ങൾക്ക് 1000 രൂപ സർക്കാർ പ്രഖ്യാപിച്ച തുക ലഭിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തന്നെ വാഗ്ദാനം ചെയ്ത് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വ്യാപകമായ ആരോപണം ഉയർന്നിരിക്കുന്നത് LDFന്റെ പ്രവർത്തകർക്കെതിരെയാണ്. പക്ഷേ LDF പറയുന്നത് തങ്ങൾ വിവരശേഖരണം മാത്രമാണ് നടത്തിയത്, അതിനപ്പുറത്തേക്കുള്ള നടപടികൾ അങ്ങനെയാണെങ്കിൽ ആ വിവരം ശേഖരിക്കാൻ ആരാണ് ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യം കൂടി അവിടെ ബാക്കി നിൽക്കുകയാണ്. അഷ്കർ, എന്തായാലും ഇക്കാര്യത്തിൽ നെല്ലും പതിരും തിരിയണമല്ലോ. ഇതിങ്ങനെ വിതരണം ചെയ്യാൻ, അങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കാനായിട്ടൊക്കെ ഒരു പാർട്ടിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കുമോ? അതുകൂടി നമുക്കറിയാം. എന്തായാലും ഈ വാർത്തയുടെ പിന്നാലെ നമ്മളുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. താങ്ക് യു അഷ്കർ അലി കരിമ്പ.